ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ ദിവസം നമ്മുടെ കുടുംബത്തിൽ, ഭവനത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധ സാന്നിധ്യം ഓരോരുത്തർക്കും മനസ്സിലാകുന്നതിനും എല്ലാവരും ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുന്നതിനും നമ്മുടെ കുടുംബത്തിൽ നിന്ന് എല്ലാ പാപത്തിൻ്റെ ബന്ധനങ്ങളും ശാപക്കെട്ടുകൾ എല്ലാം മാറുന്നതിന്, എല്ലാ ദോഷങ്ങൾ മാറുന്നതിന്, പൈശാചിക ബന്ധനങ്ങൾ മാറുന്നതിന്, ശാപദോഷ ബന്ധനങ്ങൾ മാറുന്നതിന്, കുടുംബത്തിൽ നിന്ന് എല്ലാ രോഗവും വിദ്വേഷവും അസൂയയും കോപവും സംശയങ്ങളും മാറുന്നതിന്, എല്ലാ ദുശ്ശീലങ്ങളും കുടുംബത്തിൽ നിന്ന് അകന്നു മാറുന്നതിന് കർത്താവിൻ്റെ സന്നദ്ധയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന് നന്ദി അർപ്പിച്ച് ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കുടുംബം നൽകിയത് കർത്താവാണ്. അതിനാൽ തന്നെ ആ കുടുംബത്തിൻ്റെ നാഥനും രക്ഷകനുമായി കർത്താവിനെ വരവേൽക്കുമ്പോൾ കർത്താവ് ഭരണം നടത്തുന്ന കുടുംബം എപ്പോഴും ദൈവമഹത്വം നിറഞ്ഞു നിൽക്കുന്ന കുടുംബമായിരിക്കും. അതിനാൽ ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം. കുടുംബത്തിൽ നിന്ന് അകന്നു മാറി നിൽക്കുന്നവർ തിരികെ സ്നേഹത്തോടെ കുടുംബത്തിലേക്ക് വരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കുടുംബത്തിൽ ഐക്യതയും സമാധാനവും സന്തോഷവും നിലനിർത്താൻ കുടുംബാംഗങ്ങൾ ഓരോരുത്തരും പരിശ്രമിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. കുടുംബത്തിൽ നിന്ന് എല്ലാ ദുശ്ശീലങ്ങളും, നഷ്ടങ്ങളും, സാമ്പത്തിക ദുരിതങ്ങളും, കടബാധ്യതകളും, രോഗപീഠകളും വിട്ടകലുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും, നമ്മുടെ ഭവനത്തിലുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ അത്ഭുത കരം ഇന്ന് നമ്മുടെ കുടുംബത്തെ അനുഗ്രഹിക്കുന്നതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നുവരെ കർത്താവ് ചെയ്തു തന്ന സകല അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കാം, പ്രാർത്ഥിക്കാം. ദൈവവചനം കേൾക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. അന്ന് നീ പറയും, കർത്താവേ, അങ്ങേക്ക് ഞാൻ നന്ദി പറയും. അങ്ങ് എന്നോട് കോപിച്ചിരുന്നെങ്കിലും അങ്ങയുടെ കോപം നീങ്ങുകയും അങ്ങ് എന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. ഇതാ, ദൈവമാണ് എൻ്റെ രക്ഷ. ഞാൻ അങ്ങയിൽ ആശ്രയിക്കും. ഞാൻ ഭയപ്പെടുകയില്ല. എന്തെന്നാൽ ദൈവമായ കർത്താവ് എൻ്റെ ബലവും എൻ്റെ ഗാനവും ആണ്. അവിടുന്ന് എൻ്റെ രക്ഷയായിരിക്കുന്നു. രക്ഷയുടെ കിണറ്റിൽ നിന്ന് നീ സന്തോഷത്തോടെ ജലം കോരിയെടുക്കും. ആ നാളിൽ നീ പറയും, കർത്താവിന് നന്ദി പറയുവിൻ. അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുവിൻ. ജനതകളുടെ ഇടയിൽ അവിടുത്തെ പ്രവൃത്തികൾ വിളംബരം ചെയ്യുവിൻ. അവിടുത്തെ നാമം ഉന്നതമാണെന്ന് പ്രഘോഷിക്കുവിൻ. കർത്താവിന് സ്തുതി പാടുവിൻ. അവിടുന്ന് മഹത്വത്തോടെ പ്രവർത്തിച്ചു. ഭൂമിയിലെല്ലാം ഇത് നിറയട്ടെ. സിയോൻ വാസികളെ ആർത്ത് അട്ടഹസിക്കുവിൻ. സന്തോഷത്തോടെ കീർത്തനങ്ങൾ ആലപിക്കുവിൻ. ഇസ്രായേലിൻ്റെ പരിശുദ്ധനായവൻ വൻ മഹത്വത്തോടെ നിങ്ങളുടെ മധ്യേ ഉണ്ട്. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഇന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ കുടുംബത്തെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരും അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തുന്നതിനു വേണ്ടി ഞങ്ങളുടെ കുടുംബത്തെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ നാഥനായി, കുടുംബത്തിൻ്റെ മധ്യസ്ഥനായി, കുടുംബത്തിൻ്റെ അനുഗ്രഹമായി, കുടുംബത്തിൻ്റെ ഐശ്വര്യമായി, കുടുംബത്തിൻ്റെ സമാധാനമായി, കുടുംബത്തിൻ്റെ സ്നേഹമായി, കുടുംബത്തിൻ്റെ കെട്ടുറപ്പായി ഇന്ന് നീ ഞങ്ങളുടെ കുടുംബത്തിൽ വാഴണമേ. ഞങ്ങളുടെ ഭവനത്തിൽ നീ എപ്പോഴും ഉണ്ടായിരിക്കണമേ. എൻ്റെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ അരക്ഷിതാവസ്ഥയും മാറി, എല്ലാ രോഗപീഠകളും മാറി, കടബാധ്യതകൾ മാറി, എല്ലാ നഷ്ടങ്ങൾ മാറി, ശാപക്കെട്ടുകൾ, പാപക്കെട്ടുകൾ മാറി, എല്ലാ ബന്ധനാവസ്ഥകൾ മാറി. കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിൽ നിൻ്റെ പ്രകാശം ചൊരിയണമേ. സകല അന്ധകാര ശക്തികളും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് വിട്ടൊഴിഞ്ഞ് ദൈവത്തിൻ്റെ മഹത്വം ഞങ്ങളുടെ കുടുംബത്തിൽ നിലനിർത്തണമേ. കർത്താവേ, പാപത്തിൻ്റെ
ബന്ധനത്തിൽ നിന്ന്, പാപത്തിൻ്റെ ദുഷ്ടശക്തിയിൽ നിന്ന് ഞങ്ങളുടെ കുടുംബത്തെ, കുടുംബാംഗങ്ങളെ നീ വീണ്ടെടുക്കണമേ. ഈശോയെ, അങ്ങ് ഞങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കുന്നതിനു വേണ്ടി കാൽവരി കുരിശിൽ അവിടുന്ന് ത്യാഗം ചെയ്തു. ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ രക്ഷകനായി നീ വരണമേ. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് അരുളിച്ചെയ്ത ഈശോനാഥ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ രക്ഷകനായി, കുടുംബാംഗങ്ങളുടെ രക്ഷയായി നീ വരണമേ. ഞങ്ങൾ നിന്നിൽ പൂർണ്ണമായി വിശ്വാസമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തെ വിശുദ്ധീകരിക്കണമേ. ഈശോയെ, നിൻ്റെ തിരുരക്തം കൊണ്ട് ഞങ്ങളുടെ ഭവനത്തെ വിശുദ്ധീകരിക്കണമേ. കുടുംബാംഗങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ഭവനത്തിൽ ഓരോ മുറിയും ഓരോ സ്ഥലവും നീ വിശുദ്ധീകരിക്കണമേ. ഈശോയുടെ തിരുരക്തം കൊണ്ട് ഞങ്ങളുടെ ഭവനവും ചുറ്റുപാടും ഇന്ന് പൂർണ്ണമായി വിശുദ്ധീകരിക്കപ്പെടട്ടെ. ദൈവത്തിൻ്റെ സൈന്യവ്യൂഹങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിന് ചുറ്റും കാവലായിരിക്കട്ടെ, ഞങ്ങൾക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവായി, ഞങ്ങൾ അങ്ങയിൽ അഭയം തേടുന്നു. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ നീ അനുഗ്രഹം ചൊരിയണമേ. നിന്റെ ശക്തമായ കരം ഞങ്ങളുടെ കുടുംബത്തിൻ്റെ നേരെ നീട്ടണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇന്ന് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഐശ്വര്യവും പുനഃസ്ഥാപിച്ച് എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഞങ്ങളുടെ കുടുംബത്തെ നീ രക്ഷിക്കണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിനും കുടുംബാംഗങ്ങൾക്കും എതിരെ നിൽക്കുന്ന എല്ലാ പാപത്തിൻ്റെ ശക്തികൾ യേശുവിൻ്റെ നാമത്തിൽ തകർന്നു വീഴട്ടെ. കർത്താവേ, ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ ബന്ധിച്ചു വച്ചിരിക്കുന്ന പാപത്തിൻ്റെ ശക്തി യേശു നാമത്തിൽ, യേശുവിൻ്റെ ശക്തിയാൽ തകർന്നു വീഴട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിൻ്റെ ശക്തിയാണ് ഞങ്ങളുടെ നിലനിൽപ്പ്. നീയാണ് ഞങ്ങളുടെ ബലം, ഞങ്ങളുടെ കോട്ട, ഞങ്ങളുടെ ശാശ്വതമായ സങ്കേതം. കർത്താവേ, അങ്ങാണ്. അങ്ങയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. കുടുംബത്തിൽ നിന്ന് കലഹം കാരണം അകന്നുമാറി നിൽക്കുന്നവരെ ഈശോയെ, നീ വീണ്ടും നിൻ്റെ സ്നേഹത്താൽ ഐക്യപ്പെടുത്തണമേ. കർത്താവെ, പരസ്പരം മനസ്സിലാക്കാനും സ്നേഹിക്കാനും ക്ഷമിക്കാനും കരുണ കാണിക്കാനും നാഥ, ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ നിന്നോട് ചോദിക്കുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളുടെ മേൽ നീ കരുണ ചൊരിയണമേ. കർത്താവെ, കരുണ തോന്നി ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. ഹീലിംഗ് പ്രേയേഴ്സിലെ ഓരോ വ്യക്തിയെയും അവരുടെ കുടുംബത്തെയും നീ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. കർത്താവെ, ഒരു ഭവനമില്ലാത്തവർക്ക് വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു. ഭവനം പണി തുടങ്ങിയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭവനം പണി തുടങ്ങി പൂർത്തീകരിക്കാൻ സാധിക്കാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ഭവനം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. സ്വന്തമായി ഭവനമില്ലാത്ത എല്ലാവർക്കും നല്ലൊരു ഭവനം നൽകി നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളെ ഓരോരുത്തരെയും നീ കാത്തുകൊള്ളണമേ. ഇന്നത്തെ ദിവസം ഞങ്ങളുടെ കുടുംബത്തെ, കുടുംബാംഗങ്ങളെ, ഭവനത്തെ നിൻ്റെ സംരക്ഷണയിൽ ഞാൻ ഏൽപ്പിച്ചു തരുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ, കാത്ത് സംരക്ഷിക്കണമേ. ഇന്ന് ഞങ്ങളുടെ യാത്രകളെ സംരക്ഷിക്കണമേ. ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരുടെയും ആഗ്രഹങ്ങളെ, ആവശ്യങ്ങളെ നീ സാധിച്ചു കൊടുക്കണമേ. ഞങ്ങളെ ഓരോരുത്തരെയും നിൻ്റെ കൃപയാൽ ഇന്ന് കാത്തുകൊള്ളണമേ. നിൻ്റെ അനുഗ്രഹത്താൽ കാത്തുകൊള്ളണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന നാഥ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ സമയം കുടുംബാംഗങ്ങൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ ശക്തിയാൽ നിറയുന്നതിനും പാപത്തിൻ്റെ ശക്തി കെട്ടടങ്ങുന്നതിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ. സകല പാപമാലിന്യങ്ങളിൽ നിന്നും ഞങ്ങളുടെ കുടുംബത്തെ, കുടുംബാംഗങ്ങളെ നീ രക്ഷിക്കണമേ. ഈശോയെ, ഞങ്ങളുടെ കുടുംബം നിൻ്റെ സന്നിധിയിൽ പരിശുദ്ധമായി കാണപ്പെടാൻ ഞങ്ങളെ ഓരോരുത്തരെയും നീ ആശീർവദിക്കണമേ, വിശുദ്ധീകരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ, അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ നാഥയായി, റാണിയായി, രാജ്ഞിയായി എപ്പോഴും നീ വാഴണമേ. നിന്നെ അനുസരിക്കാത്ത മക്കൾക്ക് കൃപ കൊടുത്ത്
അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരോട് നീ കരുണ തോന്നണമേ. അമ്മേ മാതാവേ, നിന്റെ സംരക്ഷണം എപ്പോഴും ഞങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാകണമേ. നിന്റെ അനുഗ്രഹങ്ങളും മധ്യസ്ഥവും എപ്പോഴും ഞങ്ങളുടെ കുടുംബത്തിനും കുടുംബാംഗങ്ങൾക്കും ഉണ്ടായിരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളുടെ എല്ലാവരുടെയും ഭവനത്തെയും കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈ പ്രാർത്ഥന നിങ്ങൾ ഷെയർ ചെയ്യുക. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.